നിരവധി കുടുംബങ്ങൾക്ക് അത്താണിയായി മാറുവാൻ CCTV പോലെയുള്ള കേബിൾ കൂട്ടായ്മ സംരംഭങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെന്ന് കെ രാധാകൃഷ്ണൻ MP. CCTV സിൽവർ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായുള്ള കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിരവധി പേർ കേബിൾ TV മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കുത്തകകൾ എല്ലാം വെട്ടിപ്പിടിക്കുന്ന ഒരു കാലത്ത് ജനകീയ ബദലിന് സാധ്യതയുണ്ടെന്ന് തെളിയിച്ചവരാണ് പ്രാദേശിക കേബിൾ TV കൂട്ടായ്മകളെന്ന് MP പറഞ്ഞു. മുഖ്യധാര മാധ്യമങ്ങൾ തമസ്കരിക്കുന്ന വാർത്തകൾ നൽകുക മാത്രമല്ല, ജനപക്ഷത്ത് നിന്ന് പ്രവർത്തിക്കുവാനും CCTVക്ക് സാധിച്ചിട്ടുണ്ട്. നാടിന് വികസനത്തിന് വേണ്ടി മാധ്യമങ്ങൾ പ്രവർത്തിക്കണം. അധികാര കേന്ദ്രങ്ങൾക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ആക്ഷേപപരമായ വാർത്തകൾ നൽകുമ്പോൾ കൃത്യമായ വസ്തുതാ പരിശോധനകൾ നടത്തണമെന്നും സമൂഹത്തിന് ഗുണപരമായ വാർത്തകൾക്ക് പ്രാമുഖ്യം നൽകണമെന്നും പുതിയ തലമുറയെ ഉത്തരവാദിത്തമുള്ളവരാക്കുവാൻ മാധ്യമങ്ങൾക്കും ബാധ്യതയുണ്ടെന്നും കെ രാധാകൃഷ്ണൻ MP കൂട്ടിച്ചേർത്തു. നമുക്കറിയാം, നമ്മുടെ മെയിൻ മീഡിയാസ് ചർച്ച ചെയ്യുന്ന കാര്യങ്ങൾ എപ്പോഴും പ്രധാനപ്പെട്ട മുകൾ തട്ടിലുള്ള കാര്യങ്ങളായിരുന്നു. അത് വേണ്ടത്ര പ്രാദേശിക വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് നമ്മളൊക്കെ മനസ്സിലാക്കുക. CCTV അല്ലെങ്കിൽ കേബിൾ TV ഓപ്പറേഷൻ നമ്മുടെ കേരളത്തിൽ ആരംഭിച്ചതോടുകൂടി വലിയ രീതിയിലാണ് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സ്ഥിതി ഉണ്ടായത്. അതിൽ പ്രധാനപ്പെട്ട കാര്യം വികസന രംഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ആരും ശ്രദ്ധിക്കാതെ കിടന്നിരുന്ന പല കാര്യങ്ങളും സമൂഹത്തിൻ്റെ മുമ്പിലേക്ക്, അധികാരികളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് CCTVയും അതുപോലെ തന്നെ നമ്മുടെ പ്രാദേശിക ചാനലുകളെല്ലാം വഹിച്ച പങ്ക് ഏറ്റവും വലുതാണ്. പ്രാദേശിക വികസനത്തോടൊപ്പം തന്നെ മറ്റ് പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങളും ഉയർത്തിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു. ദൃശ്യമാധ്യമ രംഗങ്ങളിലെല്ലാം തന്നെ അത് കൂടുതൽ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യാൻ വേണ്ടി നമുക്ക് കഴിയണം. എപ്പോഴും നാം ഉയർത്തുന്ന വാർത്തകൾ അത് സമൂഹത്തിന് ഗുണപരമായിട്ട് മാറണം എന്നുള്ള ലക്ഷ്യമുണ്ടായിരുന്നു. എന്തെങ്കിലും വാർത്ത സൃഷ്ടിച്ചു വിടുക എന്നതിൻ്റെ അപ്പുറത്തേക്ക് അത് നമ്മുടെ സമൂഹത്തിന് ഗുണപരമായിട്ട് മാറുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധന കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്.